ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും വലിയ ബുദ്ധിശക്തിക്ക് ഉടമകളായിട്ടുള്ളതായ ഈ ആയില്യം നക്ഷത്രക്കാരിലെ ഈ ഒക്ടോബർ മാസത്തിലെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ഭക്ഷണകാര്യങ്ങളിൽ പോലും ഒരു അടുക്കും ചിട്ടയും നല്ലതാണ്. പ്രത്യേകിച്ച് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാൽ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്തും 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നവരായിട്ടുള്ള പുതിയ ഓഫറുകൾ പോലും കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് 5-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ ഒക്ടോബർ മാസം 17-ാം തീയതി മുതലാണെങ്കിൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിൽ നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്കും നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 17-ാം തീയതി മുതൽ ഈ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്.